സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പല കാതലായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പാർട്ടിയായി രംഗപ്രവേശം ചെയ്ത BJPക്ക് കുറച്ചു കാലങ്ങളായി സംസ്ഥാനത്ത് കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ CPM പാർട്ടി 2 തവണയായി കേരളം ഭരിച്ചതോടെ BJPക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ സാധിച്ചുവെന്ന് പറയാം. ഇത് BJPയോട് കേഡർ പാർട്ടി കാട്ടിയ മൃദു സമീപനം തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കോൺഗ്രസ് CPM എന്ന ഫോർമുലയിൽ പോയിരുന്ന ഒരു സംസ്ഥാനത്ത് BJPയുടെ വേരോട്ടം ഒരു വിഭാഗം ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്ന പിശകുകളും കൃത്രിമത്വവും കൂടി വരുന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കള്ളവോട്ടുകളും വോട്ടർ പട്ടികയിലെ തിരിമറിയും സാധാരണ ജനങ്ങൾ കേട്ടിട്ടുള്ളത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. എന്നാൽ ഇതിപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉയർത്തിയ കള്ളവോട്ട് വിവാദത്തിൽ തൃശൂർ ജില്ലയും ഉൾപ്പെട്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ തൃശൂർ ജില്ലയിലെ ജയം ഇത്തരത്തിലാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സുരേഷ് ഗോപിയുടെ ഭാര്യ, സഹോദരൻ എന്നിവർക്ക് തൃശൂർ ജില്ലയിൽ വോട്ടുണ്ട്. സ്ഥിര താമസക്കാർ അല്ലാത്ത ഇവർക്ക് എങ്ങനെ വോട്ട് എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. മത്സരിക്കാൻ തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങളിൽ ബന്ധുക്കൾക്ക് വോട്ടവകാശം നൽകുന്ന ഈ രീതി ശരിയല്ലെന്ന നിലപാടുമായി മുൻമന്ത്രി VS സുനിൽകുമാറും രംഗത്ത് വന്നിട്ടുണ്ട്. ത്രികോണ മത്സരത്തിനാണ് അക്ഷരാർത്ഥത്തിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ചിത്രം കാണാനാകും. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ കരുതലോടെയുള്ള നീക്കം നടത്തിയാവും മുന്നോട്ട് നീങ്ങുക. ഇതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു. വോട്ട് ചോർച്ച സംഭവിക്കാത്ത രീതിയിൽ കുറ്റമറ്റമായ തിരഞ്ഞെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.